പഴുത്ത മാങ്ങ അങ്ങനെ തൊലി കളഞ്ഞിട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും. ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ ഒരു ചെറിയ വേവ് പോലെ അതിനകത്ത് വരും. അതിനകത്തേക്ക് നല്ലപോലെ ശർക്കരപ്പാനി അങ്ങോട്ട് ഒഴിക്കും. ശർക്കരപ്പാനിയും ഈ മാങ്ങയും കൂടി ഇങ്ങനെ വഴണ്ട പോലെ ഇങ്ങനെ വഴറ്റി ഇങ്ങനെ എടുക്കണം. ഫുൾ മാങ്ങ 2 മാങ്ങ ഇട്ടാൽ മതി. കുറച്ച് ഒരു ചെറിയ ഫാമിലിക്ക് 2-3 മാങ്ങ മതി. എന്നിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കണം. അപ്പോൾ ആ നെയ്യിൻ്റെ മണം അതിലോട്ട് അങ്ങോട്ട് പിടിക്കും, ഈ മാങ്ങയിലോട്ട്. അതൊന്ന് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് വേണം നമ്മൾ കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങ, 4 മാങ്ങയുള്ളെങ്കിൽ ഒരു പിടി തേങ്ങ, കുറച്ച് തൈര്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇത്രയും മാത്രം. ചുമ്മാ ഉള്ളി ഇഞ്ചി ഒന്നും കൊണ്ടിടരുത്. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ കോമ്പിനേഷൻ. ഇത് നന്നായിട്ട് അരയ്ക്കുക. മാമ്പഴത്തിൻ്റെ ഈ കുറുക്കി വെച്ചിട്ടില്ല അതിനകത്തോട്ട് ഒഴിക്കുക. എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കടുക്, മുളക്, ഉലുവ നെയ്യിൽ തന്നെ വറുക്കണം. വെളിച്ചെണ്ണയിലൊന്നും വറുക്കരുത്. വെളിച്ചെണ്ണയിലൊക്കെ വറുത്തത് സാധാരണ പുളിശ്ശേരിയായി പോവും.